സംസ്ഥാനത്ത് ലഹരിയുമായി നിരവധി പേർ പിടിയിലായിട്ടുണ്ട്. ഇന്നും കൊല്ലത്ത് MDMAയുമായി പിടിയിലായ അനില രവീന്ദ്രന് അന്തർ സംസ്ഥാന ലഹരി മാഫിയയുമായി ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ. തിരുവനന്തപുരത്ത് ബ്രെഡിൽ ഒളിപ്പിച്ച MDMAയുമായി യുവാക്കളെ പിടികൂടി. എറണാകുളത്ത് ലഹരിക്കായി ഗുളികകൾ വാങ്ങിയ രണ്ടുപേരെയും ശ്രീകാര്യത്ത് കൊറിയർ വഴി ലഹരി എത്തിച്ച യുവാവിനെയും ഉൾപ്പെടെ എക്സൈസും പോലീസുമുള്ള സംയുക്ത സംഘം പിടികൂടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ദിനംപ്രതി ലഹരി ഉപയോഗവും വിൽപ്പനയും കൂടുകയാണ്. ലഹരിയുമായി വിവിധ ജില്ലകളിൽ നിന്ന് പിടിയിലായത് നിരവധി പേർ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബ്രെഡിൽ ഒളിപ്പിച്ച് കടത്തിയ MDMAയുമായി രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു. വിൽപ്പനയ്ക്കായി ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ച MDMAയാണ് പിടിച്ചെടുത്തത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 5 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയെയും തിരുവനന്തപുരത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കൊറിയറിലെത്തിച്ച ബീഹാർ സ്വദേശി മുജാഹിദ് മൻസൂദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനിടെ എറണാകുളത്ത് ലഹരിക്കായി വ്യാജക്കുറിപ്പടിയുണ്ടാക്കി ഗുളികകൾ വാങ്ങിയ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് ഡോക്ടറുടെ വ്യാജക്കുറിപ്പടിയും സീലും പിടിച്ചെടുത്തു. കൊച്ചിയിൽ സിറ്റി പോലീസ് നടത്തിയ പരിശോധനയിൽ 250-ലേറെ പേരാണ് കുടുങ്ങിയത്. ലഹരി മരുന്ന് കൈവശം വെച്ചത് 36 പേർ. കൊച്ചിയും കൊല്ലവുമാണ് പ്രധാന വിപണന കേന്ദ്രങ്ങൾ. ഉപഭോക്താക്കളിൽ അധികവും കോളേജ് വിദ്യാർത്ഥികളാണ്. സ്വകാര്യ ഭാഗത്ത് ലഹരി ഒളിപ്പിച്ച് കടത്തുന്നത് ഇതാദ്യമായല്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ ഇന്ന് പള്ളികളിൽ KCBCയുടെ നേതൃത്വത്തിൽ മദ്യലഹരി വിരുദ്ധ ഞായർ ആചരിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.